കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പലരും എന്നെ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കാനഡയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവിടെ സേഫ് ആണോ, എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിനും ഇന്ത്യൻ ആൾക്കാരുടെ ഇടയിലൊക്കെ ഒത്തിരി റേസിസവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത്രയും നാളും ഞാനൊരു 7-8 വർഷമായിട്ട് കാനഡയിൽ ഇത്രയും നാളിനിടയിൽ ഇതുവരെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ ആരും നേരിട്ടിട്ടില്ല. ചില ഏരിയയിൽ ചില കമ്മ്യൂണിറ്റികളുടെ ഇടയിലുള്ളൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു പല മീഡിയ ന്യൂസുകളിലൂടെയും ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുന്നത് എന്തോ ഒരു വലിയ ഭീകരത കാണുന്നത് പോലെയാണ്. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം സേഫായിട്ട് പോകുന്നു. ഇവിടെ ഹിന്ദു ടെമ്പിളിൻ്റെ ഇടയിലൊക്കെ ചെറിയ പ്രശ്നങ്ങളും പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും എവറിത്തിങ് അണ്ടർ കൺട്രോളാണ്. അപ്പം ഒത്തിരി വലിപ്പിച്ച് കാണുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഇവിടെയുള്ള നിങ്ങളുടെ ഫാമിലിയും ഒക്കെ സേഫായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം കേരളത്തിൽ ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സെഗ്മെൻറ്റ് നാട്ടരങ്ങിൽ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു ചെറിയ വാർത്താ റിപ്പോർട്ടാണ്. അപ്പോൾ വാർത്താ റിപ്പോർട്ടിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കാനഡയിൽ ടൊറോണ്ടോയിൽ ഭാരതീയ ധർമ്മപ്രചാര സഭയുടെ ആചാര്യനായ ശ്രീനാഥ് കാര്യാട്ട് ഒരു വലിയ ശതചണ്ഡി മഹായാഗം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു വലിയ യാഗങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പലർക്കും അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. വർഷങ്ങൾ തോറും നമ്മൾ എന്താ പറയുക, നോയമ്പ് നോക്കുകയും അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന യാഗങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് വീടുകളിൽ ചെയ്യാൻ സാധിക്കും എന്നായിരുന്നു പൊതുവെ. പക്ഷേ അത് അങ്ങനെയല്ല, കുറച്ചൊരു സാക്രിഫൈസും കുറച്ചൊരു എന്താ പറയുക ലേണിംഗ് മെൻറ്റാലിറ്റിയും ഉണ്ടെങ്കിൽ എല്ലാവർക്കും പഠിച്ചു ചെയ്യുകയും വീടുകളിൽ നമുക്ക് എല്ലാവർക്കും സ്വയം ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്നതില്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന അവരുടെ നല്ലതിനും ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന യാഗങ്ങളും ധാരാളം യാഗങ്ങളും പൂജകളും നമുക്ക് വീടുകളിലും ചെയ്യാൻ സാധിക്കും എന്നൊരു മെസ്സേജാണ് ഈ ഒരു മഹായാഗത്തിലൂടെ ശ്രീനാഥ് കാര്യാട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒത്തിരിയധികം സ്ത്രീകളും ഇതിൽ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ദേവിയുടെ എഴുന്നള്ളിപ്പും കാലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ടൊരു വലിയൊരു പരിപാടി തന്നെയായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം അടുത്തതായി. ഭാരതീയമായ ആചാരാനുഷ്ഠാനങ്ങളെ ശാസ്ത്രീയമായി ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭാരതീയ ധർമ്മപ്രചാര സഭയുടെ ആചാര്യൻ ശ്രീനാഥ് കാര്യാട്ടിൻ്റെ മേൽനോട്ടത്തിൽ ടൊറോണ്ടോയിൽ ശതചണ്ഡി മഹായാഗം നടന്നു. യാഗവിധികൾ പഠിച്ചാൽ ജാതിമത ലിംഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഏവർക്കും യാഗങ്ങളും പൂജകളും ചെയ്യാൻ സാധിക്കും എന്ന മഹത്തായ ഒരാശയമാണ് ഭാരതീയ ധർമ്മപ്രചാര സഭ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആശയത്തെ പ്രവർത്തികമാക്കും വിധം കാനഡയുടെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള 50-ലധികം പേർ 4 മാസമായി ദേവീ മാഹാത്മ്യവും യാഗവിധികളും പഠിച്ച് ഋത്വിക്കുകൾ ആയെന്ന പ്രത്യേകതയാണ് ഈ യാഗത്തിനുള്ളത്. രണ്ട് ദിവസങ്ങളിലായി ടൊറോണ്ടോ ചിന്മയ വേദാന്ത ഹെറിറ്റേജ് സെൻ്ററിലാണ് യാഗം നടന്നത്. ആദ്യ ദിവസം ദേവി മാഹാത്മ്യ പാരായണം നടന്നു.
രണ്ടാം ദിവസം താലപ്പൊലിയുടെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി ദേവിയുടെ വിഗ്രഹം യാഗശാലയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. സനാതനധർമ്മത്തിൽ സ്ത്രീകൾക്കുള്ള സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്ന വിധത്തിലായിരുന്നു യാഗത്തിൽ ഉടനീളം സ്ത്രീകളുടെ പങ്കാളിത്തം. സ്ത്രീകളായിരുന്നു മുഖ്യ കർമ്മികൾ. ചണ്ഡിക ദേവിയെപ്പോലെ ചുവന്ന പട്ടണിന സ്ത്രീകൾ യാഗത്തിന്റെ മാറ്റുകൂട്ടി. പെൺകുട്ടികൾ ദേവിയുടെ പ്രതീകമാണെന്നുള്ള തത്വശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള കന്യകാ പൂജയും നടത്തപ്പെട്ടു. गुरुब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. गुरुपदद्वन्द्वम् अवाङ्मनसगोचरं रक्तशुक्लप्रभामिश्रम् अदत्यं त्रैपुरं महा. ॐ ऐं ह्रीं श्रीं हसफ्रे हसक्षमलवलयु सहक्षमलवलयी हसौ सहौ स्वरूपण निरूपण हेतवे सौम्या सौम्यदराशेष सौम्येभ्यस्तुति सुन्दरी परापराणा परमा त्वमेव परमेश्वरी एषरित्वजित्वस्त सतसत्त्वाभिनात्मिके तस्य सर्वस्य या शक्तिः सा त्वं विसूयते तथा. ऐं ॐ स्वाहा ॐ ऐं भगवते सत्प्रथे धर्मधर्मालये नमः. न जाने प्रधानो मे शूरहस्ति सदा मदः. ऐं ॐ स्वाहा ॐ ऐं महवैरवशय्यातत्कान्तो गानवलस्यते येन मानगदा नित्यं प्रसादनोदने. ऐं ह्रीं क्लीं लोहिनी कन्याम् आवाहयामि. आसनं वाद्यम् अर्घ्यम् आचमनीयं मधुवर्षम्. അതോടൊപ്പം തന്നെ ആൺകുട്ടികളെ പൂജിക്കുന്ന വടുക പൂജയും നടന്നു. ഏറെ പ്രത്യേകതകളോടെ ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ ദേവിയായി കരുതി പൂജിക്കുന്ന സുവാസിനി പൂജയും നടത്തപ്പെട്ടു. ശ്രീ ശ്രീനാഥ് കാര്യാട്ടിനൊപ്പം ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിയും യാഗത്തിൽ പങ്കെടുത്തു. ഇവരോടൊപ്പം സുജിത സുരേഷ്, BDPS ദുബായ്, ലേഖ നായർ, BDPS കാനഡ എന്നിവരും യാഗത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു. അടുത്ത വർഷത്തേക്കുള്ള മഹാലക്ഷ്മി പൂജ ക്ലാസുകളും ദേവി മാഹാത്മ്യം ക്ലാസുകളും ഉടനെ തുടങ്ങുമെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ ചണ്ഡികാ യാഗം നടത്തപ്പെടുമെന്നും സംഘാടകർ അറിയിച്ചു. ഓം പൂർണ്ണാഹുതി ദേവതാഭ്യോ നമഃ. ധൂപം ദീപം പൂർണ്ണമേവാവശിഷ്യതേ.